വാർത്തകളുടെ സമഗ്ര ചിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് അറ്റ് 9 സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഡൽഹിയിൽ അക്രമി സംഘം പദ്ധതിയിട്ടത് വൻ സ്ഫോടന പരമ്പരയ്ക്ക്. ഡിസംബർ 6-ന് വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടു. നിർണായക യോഗം വിളിച്ച അമിത്ഷാ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിച്ച മൂന്നാമത്തെ കാറും കണ്ടെത്തി. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ പ്രശംസിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി. ചെങ്കോട്ട സ്ഫോടനത്തിൽ മരണം 13ആയി. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. ആത്മവിശ്വാസത്തിൽ ഇരു മുന്നണികളും. NDA വിജയം പ്രവചിച്ച് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ സർവേകളും. വോട്ടെണ്ണൽ വിവരങ്ങൾ രാവിലെ മുതൽ തത്സമയം ന്യൂസ് 18-ൽ. തദ്ദേശപ്പോര് മുറുകുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ നിലവിൽ വരും. കോഴിക്കോട് കോർപ്പറേഷനിൽ VM ബിനു കോൺഗ്രസ് സ്ഥാനാർത്ഥി. മുന്നണികൾക്ക് വെല്ലുവിളിയായി വിമതശല്യവും കൂറുമാറ്റവും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സർക്കാർ. നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഹർജി. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. PMCയിൽ വീണ്ടും CPM-CPI ഏറ്റുമുട്ടൽ. പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം അടഞ്ഞ അധ്യായമല്ലെന്ന് V ശിവൻകുട്ടി. ഇടത് രാഷ്ട്രീയം എങ്ങനെ നടപ്പാക്കണമെന്നാരും പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. SSKയുടെ 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപിതനാകാതിരിക്കാനുള്ള രാഷ്ട്രീയ ബോധം തനിക്കുണ്ടെന്ന് തിരിച്ചടിച്ച് ബിനോയ് വിശ്വം. ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല. ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ പത്മകുമാർ. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ നീക്കം. ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി. ഹൈക്കോടതി ഇടപെട്ടതോടെ സന്നിധാനത്ത് സ്വർണ്ണക്കടത്ത് പ്രതി നിയമിച്ച ഉത്തരവ് റദ്ദാക്കി സർക്കാർ. അരൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ചത് പള്ളിപ്പാട് സ്വദേശി രാജേഷ്. കരാർ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും. മൃതദേഹം ഏറ്റുവാങ്ങിയത് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉറപ്പ് നൽകിയതോടെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു പോലീസ്. US ചരിത്രത്തിലെ ഏറ്റവും നീണ്ട ഷട്ട്ഡൌൺ അവസാനിച്ചു. ധനാനുമതി ബില്ലിൽ ഒപ്പുവെച്ചു ട്രംപ്. ഫെഡറൽ സേവനങ്ങൾ പുനഃസ്ഥാപിച്ചത് 43 ദിവസത്തിന് ശേഷം. വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. ഡൽഹിയിൽ ലക്ഷ്യമിട്ടത് വൻ സ്ഫോടന പരമ്പര. ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിൽ വെളിപ്പെടുന്നത് നടുക്കുന്ന വിവരങ്ങളാണ്. ഭീകരർ രാജ്യതലസ്ഥാനത്ത് ഡിസംബർ 6-ന് വിവിധയിടങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. ഉമർ നബിക്കും സംഘത്തിനും തുർക്കി ബന്ധമുണ്ട്. ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിച്ച മൂന്നാമത്തെ കാറും അന്വേഷണ സംഘം കണ്ടെത്തി. 32 സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാൻ ഇക്കൂട്ടർക്ക് നീക്കമുണ്ടായിരുന്നു. ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉമറും സംഘവും 20 ലക്ഷം സമാഹരിച്ചതിനും തെളിവുകൾ NIA സംഘത്തിന് ലഭിച്ചു. അന്വേഷണ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. അതേസമയം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 13ആയി. MG മിഥുൻ നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഇതിപ്പോൾ പിടിയിലായിട്ടുള്ള ഭീകരരെ ചോദ്യം ചെയ്തതിൽ നിന്നല്ലേ ഈ നടുക്കുന്ന നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്?
ആര്യ, തീർച്ചയായും വളരെ ഞെട്ടിപ്പിക്കുന്നതും നിർണായകവുമായിട്ടുള്ള ചില തെളിവുകളാണ് NIAക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലോട് കൂടിയാണ്, അതായത് ഈ അറസ്റ്റിൽ കഴിയുന്ന മറ്റു ഡോക്ടർമാരെ ചോദ്യം ചെയ്യലോട് കൂടിയാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഫോടന പരമ്പര തന്നെ ഇവർ ആസൂത്രണം ചെയ്തത് കുറച്ച് മാസങ്ങളായിട്ടാണ്. അവർ അതിൽ മുഖ്യ ഇടനില നിന്നത് അതിൽ ഉമർ നബി എന്ന ഈ ചാവേർ ആയിട്ടുള്ള ഈ ഡോക്ടർ തന്നെയാണ് എന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്ക് കീഴിൽ നിരവധി ഡോക്ടർമാർ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ചിലർ മാത്രമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. മറ്റാരൊക്കെ ഈ വിഷയത്തിൽ പങ്കുണ്ട്, ഈ സ്ഫോടന പരമ്പര നടത്തുന്നതിൽ ഗൂഢാലോചന നടത്തിയതിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ട് എന്നടക്കമുള്ള കൃത്യമായ വിവരം NIA ശേഖരിച്ചു വരികയാണ്. നിർണായക വിവരങ്ങൾ ഇവരെ ചോദ്യം ചെയ്തതിലൂടെ ലഭ്യമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നാണ് 32 കാറുകൾ, അതായത് സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. അതിൽ ഈ പിടിച്ചെടുത്തിട്ടുള്ള ഈ അമോണിയം നൈട്രേറ്റ് പോയിട്ടുള്ള മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഇവർ നീക്കം നടത്തിയിരുന്നത്. അത് പക്ഷേ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കുമൊക്കെ കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊളിക്കാൻ സാധിച്ചു. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ റെഡ് ഫോർട്ടിന് മുമ്പിലുണ്ടായ ആ ഒരു അപകടത്തെയും അവർ കൃത്യമായി തന്നെ നോക്കിക്കാണുന്നത്, അതായത് ഇങ്ങനെ ഈ പദ്ധതി കൃത്യമായി നടക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ കൂട്ടാളികൾ ഇങ്ങനെ അറസ്റ്റിലാകുമെന്ന് ഉമർ നബി കരുതിയിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സമയത്ത് ഡൽഹിയിലേക്ക് കാറുമെടുക്കുകയും ഒപ്പം തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവുമായി ഒരു തിരക്കേറിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ സ്ഫോടനം നടത്താനായിരുന്നു, ഒരു ചാവേർ എന്ന രീതിയിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടത്. പക്ഷേ അതും ആ ഒരു ഘട്ടത്തിൽ നടപ്പായില്ല എന്നുള്ളതാണ്. അവിടെ സിഗ്നൽ വീണതും ഒക്കെ വലിയ തിരിച്ചടിയായി എന്നാണ് ഈ അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നത്. അക്കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തുർക്കിയിൽ നിന്നാണ് ഇവർക്ക് സഹായം ലഭിച്ചത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ കൃത്യമായി നടന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള ചാവേർ ആക്രമണങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഈ ജെയ്ഷെ മുഹമ്മദ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഈ ഭീകരർ പല രീതിയിലുള്ള കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതായത് ഇന്ത്യക്കെതിരെ വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്, അതിന് വനിതാ ചാവേറുകളെ ഉൾപ്പെടെ ഞങ്ങൾ രംഗത്തിറക്കുമെന്നുള്ള രീതിയിലുള്ള ചില ഭീഷണി സ്വരങ്ങൾ, അത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു നീക്കം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഭീകരരുടെ പക്കൽ നിന്നും ലഭിച്ചിട്ടുള്ള ഈ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് ഫണ്ട് ലഭ്യമായ വിവരങ്ങൾ, അതിൻ്റെ സ്രോതസ്സൊക്കെ പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഇവർ ജോലി ചെയ്തിരുന്ന അൽഫല യൂണിവേഴ്സിറ്റിയുടെ വിശദാംശങ്ങൾ കൂടി അന്വേഷണ സംഘം തേടുന്നുണ്ട്. ഇതിന് ആരാണ് ഫണ്ട് നൽകുന്നത്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടന്നു വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കി കൃത്യമായി വീക്ഷിച്ചു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ വെബ്സൈറ്റിൽ, ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇവർക്ക് നാക് അക്രഡിറ്റേഷൻ ഉണ്ട് എന്ന രീതിയിലായിരുന്നു ചില വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ അത് അങ്ങനെ ഒരു അക്രഡിറ്റേഷൻ ഈ സർവകലാശാലയ്ക്കില്ല എന്ന് കണ്ടെത്തുകയും ഒപ്പം തന്നെ 7 ദിവസത്തിനകത്ത് കൃത്യമായ വിശദീകരണം നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികൃതർക്ക് നോട്ടീസ് നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇവരുടെ ഫണ്ടിംഗ് അടക്കം കൃത്യമായി വീഴ്ച വരികയാണ്. അതിനിടയിലാണ് സമീപത്ത് നിന്ന് അൽഫല യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് നിന്ന് ഒരു ഫാം ഹൗസിൽ നിന്ന് ഈ ഉമർ നബിയുടെ കൂട്ടാളിയുടെ അല്ലെങ്കിൽ അയാളുമായി ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഫാം ഹൗസിൽ നിന്നാണ് 4ാമത്തെ കാർ ഇന്ന് കണ്ടെടുക്കുന്നത്. ഒരു മാരുതി ബ്രസ കാറാണ്, ചുമന്ന നിറത്തിലുള്ള മാരുതി ബ്രസ കാറാണ് കണ്ടെടുത്തിരിക്കുന്നത്. അത് ഇന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയും ഒപ്പം തന്നെ അവിടെ ഫോറൻസിക് വിഭാഗത്തെ ഒക്കെ എത്തിച്ച് കൃത്യമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അറിയുകയും ചെയ്തതിനു ശേഷം ആ വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ഡോക്ടർമാർ കസ്റ്റഡിയിലാണുള്ളത്. അവരുടെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇവർ ഏതെങ്കിലും രീതിയിൽ മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടോ, ജെയ്ഷെ മുഹമ്മദിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ എങ്ങനെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ NIAക്ക് ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആരൊക്കെയാണോ കുറ്റവാളികൾ അവർക്ക് കൃത്യമായ സന്ദേശം നൽകുന്ന രീതിയിലുള്ള ശിക്ഷ നൽകും. അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏത് അറ്റം വരെയും പോവും, ഏത് നടപടിയും രാജ്യം കൈക്കൊള്ളുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനിയുള്ള അന്വേഷണം എന്ന് പറയുന്നത് ഈ കാറുകൾ വാങ്ങാനിടയായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ കാറുകൾ വാങ്ങുന്നതിന് വേണ്ടി ഏതെങ്കിലും ഏജൻസികളെയൊക്കെ ഇവർ സമീപിച്ചിരുന്നു, അക്കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. എവിടെയൊക്കെയാണ് ഇവർ ഇത് പ്ലാൻ ചെയ്തിരുന്നത്, ഈ ഒരു അറ്റാക്ക് നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത് എന്നടക്കമുള്ള കൃത്യമായ ഒരു രേഖ അത് തയ്യാറാക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് NIA സംഘത്തിനുള്ളത് എന്നുള്ളതാണ്. യെസ്, തീർച്ചയായും. MG മിഥുനാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിലെ അന്വേഷണത്തിൽ ഇന്ത്യൻ ഏജൻസികളെ പ്രശംസിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ US സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും
ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ അസാധാരണമായ പ്രൊഫഷണലിസത്തോടെയാണ് അന്വേഷണം കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച നടന്ന G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ശേഷം കാനഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Yeah, we're aware of the potential that holds, but I think the Indians need to be commended. They've been very measured and cautious and very professional in how they're carrying out this investigation. That investigation continues. It clearly was a terrorist attack, and it was a car loaded with highly explosive materials that detonated and killed a lot of people. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. SIR സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ ഡിസംബർ 4-നകം SIR പൂർത്തിയാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. SIR നടപ്പിലാക്കുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേ സമയത്ത് വരുന്നത് ഉദ്യോഗസ്ഥ ക്ഷാമം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥരെ SIR-മായി ബന്ധപ്പെട്ടുള്ള ചുമതലകളിലേക്ക് മാറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പുവരുത്താൻ പ്രയാസമാകും എന്നുള്ള കാര്യമാണ് കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ SIR-ന് എതിരല്ല, SIR നടപ്പിലാക്കുന്നതിനും എതിരല്ല. പക്ഷേ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വല്ലാതെ സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. അതേസമയം ഇലക്ഷൻ കമ്മീഷൻ ഈ കഴിഞ്ഞ 2025 ഒക്ടോബർ 27-ന് SIR പ്രഖ്യാപിച്ചതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ തന്നെ ഉടനടി ആരംഭിച്ചതുമാണ്. നവംബർ 4 മുതൽ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങി. ഇപ്പോൾ 55% അത് പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഡിസംബർ 4-ന് അത് പൂർത്തീകരിക്കുകയും ചെയ്യും. മാത്രമല്ല DLO-മാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിർത്തിവെക്കുന്നത് സാഹചര്യമില്ല, സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി നടന്നു വരുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നതുകൊണ്ടും രാജ്യമൊട്ടാകെ നടന്നു വരുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ടും ഇത് കൂടുതൽ, അതായത് സുപ്രീം കോടതിയുടെ മുൻപാകെ നിരവധി കേസുകൾ SIR-മായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് കൊണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന് തന്നെയാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സുപ്രീം കോടതിയെ ഈ വിഷയത്തിൽ സമീപിക്കാനാണ് ഒടുവിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അടുത്ത വാർത്തയിലേക്കാണ്. PM ശ്രീയിൽ വീണ്ടും വാക്പോര്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ PM ശ്രീയിൽ വീണ്ടും ഏറ്റുമുട്ടി CPM-ഉം CPI-യും. പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം അടഞ്ഞ അധ്യായമല്ലെന്ന് അടിവരയിട്ട മന്ത്രി V. ശിവൻകുട്ടി CPI-യെ രൂക്ഷമായി വിമർശിക്കുകയും ജനയുഗത്തിലെ ലേഖനത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപിതൻ ആകാതിരിക്കാനുള്ള രാഷ്ട്രീയ ബോധം തനിക്കുണ്ടെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. PMC വിവാദം അടഞ്ഞ അധ്യായമെന്നും മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ഈ CPM-ന്റെയും CPI-യുടെ നേതാക്കൾ ആവർത്തിച്ചു പറയുമ്പോഴും കാര്യങ്ങൾ അത്ര പന്തിയല്ല ഇടതുമുന്നണിയിൽ. ഇന്നലെ കേന്ദ്രത്തിന് ഈ കരാർ തൽക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം അറിയിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കത്തയച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രതികരണങ്ങളാണ് CPM-നെ മന്ത്രി V. ശിവൻകുട്ടിയെ ചൊടിപ്പിച്ചിട്ടുള്ളത്. കടുത്ത വിമർശനമാണെന്ന് ശിവൻകുട്ടി അതിന്റെ അതൃപ്തി പരസ്യമായിക്കൊണ്ടാണ് നിലപാട് പറഞ്ഞത്. CPM-ന്റെ RSS വിരുദ്ധ പോരാട്ടങ്ങൾ അളക്കാൻ ആരും വരേണ്ട കാര്യമില്ല. RSS വിരുദ്ധ സമീപനം CPM-നെ പഠിപ്പിക്കാൻ ഒരു കേന്ദ്രങ്ങളും മിനക്കെടേണ്ട. ഈ കേന്ദ്ര സർക്കാരിനെ ഇതിനകം PMC നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അതിന്റെ പേരിൽ SSK ഉൾപ്പെടെയുള്ള ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കില്ല, ബന്ധപ്പെട്ടവർ അതിന് മറുപടി പറയണമെന്ന് ബിനോയ് വിശ്വത്തെയും CPI-യും പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു ഭരണപരമായ ബാധ്യതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടിന്റെയും സംയോജനമാണ് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്, അതാരുടെയും ഔദാര്യമല്ല. PMC പദ്ധതിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള ആദ്യഘട്ട ശ്രമം പോലും സംസ്ഥാന താൽപര്യം മുൻനിർത്തി നമ്മുടെ വിദ്യാഭ്യാസ നിയമങ്ങൾക്കും പാഠ്യപദ്ധതിക്കും എതിരില്ലാത്ത ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്.
നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേക്ക് തീരുമാനിച്ചു. കുറച്ചുകൂടി സംയമനത്തോടുള്ള മറുപടിയാണ് വിരുദ്ധമായിരുന്നു, അതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് വിവാദങ്ങളിൽ ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞ കടുത്ത അതൃപ്തി കൂടി പരസ്യമാക്കുകയാണ് ബിനോയ് വിശ്വൻ. അപ്പോഴും ഒരു കടുത്ത പരാമർശങ്ങൾക്ക് ബിനോയ് വിശ്വൻ തയ്യാറായിട്ടില്ല. സഖാവ് ശിവൻകുട്ടി ഇത്രയും പ്രകോപിതരാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല. സഖാവ് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PMC എന്ന പദ്ധതി NEP-യുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ട ഒന്ന് RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കം, അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ അത് പഠിപ്പിക്കാൻ CPM-ന്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട്. ശിവൻകുട്ടിയുടെ ഇന്നത്തെ നിലപാട് പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമായി കാണാൻ കഴിയില്ല. CPM നേതൃത്വത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടത്തിയ ഒരു പ്രസ്താവനയെ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. കടുത്ത CPI-യുടെ നീക്കങ്ങളിലും ഈ PMC കരാറിൽ സർക്കാർ പിന്മാറിയതിന്റെ മരവിപ്പിക്കാൻ പറഞ്ഞതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ CPI നടത്തുന്ന ഇടപെടലും കടുത്ത അമർഷം CPM-നുണ്ട്. അതെങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക എന്നാണ് കണ്ടറിയേണ്ടത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമോ എന്ന കാര്യത്തിലുമൊക്കെ ഇരു പാർട്ടികൾക്കും വലിയ ആശങ്കയുണ്ട്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ബീഹാറിൽ ജനവിധി നാളെ. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ NDA സഖ്യത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. എന്നാൽ എക്സിറ്റ് പോൾ അല്ല, യഥാർത്ഥ ഫലം വരുമ്പോൾ കാര്യങ്ങൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. KP അഭിലാഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ആവേശോജ്വലമായ പ്രചാരണ കാഴ്ചകളും അതിനിടയിലുണ്ടായ പലവിധ വിവാദങ്ങളും സീറ്റ് തർക്കവും എല്ലാം കണ്ടു. അതിനൊടുവിൽ ബീഹാർ ജനത വിധി എഴുതിയപ്പോൾ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം രേഖപ്പെട്ടു. അതിൽ ഒരേ സമയം ആശങ്കയും ആത്മവിശ്വാസവും ഇരു മുന്നണികൾക്കുമുണ്ട്. അതിനൊടുവിൽ ഏറ്റവും ഒടുവിലായി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയാണ് NDA സഖ്യത്തിന്, അല്ലേ? നാളെ വോട്ടെണ്ണൽ 8 മണിക്ക് ആരംഭിക്കും. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമല്ലേ? ആര്യ, ബീഹാറിൽ NDA-യുടെ തുടർ ഭരണമോ മഹാസഖ്യത്തിന്റെ തിരിച്ചുവരവോ, ഇതാണ് എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്കാണ് ആരംഭിക്കാൻ പോകുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് റൂമുകളിൽ ഇപ്പോൾ വോട്ടർ മെഷീനുകൾ അതീവ സുരക്ഷാ സംവിധാനത്തോടു കൂടി തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് ഈ വോട്ടർ മെഷീനുകളിലെ വോട്ട് എണ്ണിത്തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം പോസ്റ്റൽ വോട്ടുകളും സർവീസ് വോട്ടുകളുമായിരിക്കും എണ്ണിത്തുടങ്ങുക. ഏതാണ്ട് 8:30 ഈ സർവീസ് വോട്ടുകളുടെ എണ്ണം ഏതാണ്ട് തിട്ടപ്പെടുത്താൻ സാധിക്കും. കാരണം 46 കേന്ദ്രങ്ങളിൽ ആണ് വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കുക. അതിനുശേഷം ഈ പോസ്റ്റൽ വോട്ടുകളും സർവീസ് വോട്ടുകളും എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുന്നതോടുകൂടി വോട്ടെണ്ണലിന്റെ വേഗത അതിവേഗത്തിൽ ആകും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ബീഹാറിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കാര്യമായ മാറ്റങ്ങൾ ഇല്ല, ഏതെങ്കിലും ഒരു സഖ്യത്തിന് കൃത്യമായ പിന്തുണയാണ് ബീഹാറിലെ ജനങ്ങൾ നൽകുന്നത് എങ്കിൽ കൃത്യമായി 9:30 തന്നെ ബീഹാറിന്റെ ട്രെൻഡ് എന്ത് എന്നും ബീഹാറിൽ അടുത്തതാരാണ് അധികാരത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം 2020 കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പലയാവർത്തി സൂചിപ്പിച്ച കാര്യമാണ്, അവിടെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്നത് 1% താഴെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ നടപടിക്രമങ്ങളും അങ്ങേയറ്റം സൂക്ഷ്മമായാണ് നടത്തിയത്. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, വോട്ടുകൊള്ള എന്ന ആരോപണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പാർലമെന്റിലടക്കം ഉന്നയിക്കുകയും വലിയ തോതിൽ ദേശവ്യാപകമായി അത് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ തീവ്ര വോട്ടർ പരിഷ്കരണത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. ബീഹാറിൽ തന്നെ ഏതാണ്ട് 60 ലക്ഷത്തോളം വോട്ടുകൾ പുറത്തായ സാഹചര്യമൊക്കെ ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്ത ഒന്നാണ്. അതിനുശേഷമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. പിന്നീടുള്ള നടപടിക്രമങ്ങൾ, അതായത് വോട്ടെടുപ്പ് നടന്ന ദിവസമടക്കം അതീവ സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു ഏർപ്പെടുത്തിയത്. എല്ലാ ബൂത്തുകളിലും തന്നെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും വളരെ നേരത്തെ തന്നെ നിരീക്ഷണ ക്യാമറകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകളോ അല്ലെങ്കിൽ വിഘടന പ്രവർത്തനങ്ങളോ ഒന്നും നടക്കാതിരിക്കാനുള്ള ശ്രദ്ധ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. നാളെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ, അതായത് പോസ്റ്റൽ വോട്ടുകളും
സർവീസ് വോട്ടുകളും എണ്ണിത്തുടങ്ങുമ്പോൾ പോലും നിരീക്ഷണ ക്യാമറകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഈ വോട്ടെണ്ണലിൻ്റെ ഓരോ നിമിഷവും ക്യാമറകളിൽ പകർത്തിക്കൊണ്ടുള്ള സൂക്ഷ്മമായ ഒരു വോട്ടെണ്ണൽ പ്രക്രിയയിലേക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കാൻ പോകുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. അതിനിടെ ചില ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ NDAക്ക് അനുകൂലമാണ് എന്ന് മാത്രവുമല്ല, കേവല ഭൂരിപക്ഷമായി 122 മുകളിലാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 130 അതിന് മുകളിലോ സീറ്റുകൾ NDA നേടും എന്ന് പറയുമ്പോൾ 108 സീറ്റുകൾ എന്നതാണ് പ്രധാനപ്പെട്ട ഏജൻസികൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാസഖ്യത്തിൻ്റെ സംഖ്യ. അതായത് ഒരു കാരണവശാലും മഹാസഖ്യം അധികാരത്തിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ 122 എന്ന മാന്ത്രിക സംഖ്യയെ മറികടക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. ഈ എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ BJP ക്യാമ്പുകൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് വിജയിച്ച മട്ടിൽ തന്നെയാണ്. അവർ വ്യാപകമായി മധുരപലഹാരങ്ങൾ ഓർഡർ ചെയ്യുന്നു, ഒപ്പം ആഘോഷ പരിപാടികൾക്കുള്ള കോപ്പ് കൂട്ടുന്നു. ഇത് കഴിഞ്ഞ ദിവസം മഹാസഖ്യം ഇതിന് മറുപടി നൽകിയത് ജനങ്ങൾ അവരുടെ മാൻഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 121 മണ്ഡലങ്ങളിലേക്കായിരുന്നല്ലോ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയാണ് തേജസ്വി യാദവിനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മാറ്റുരച്ചത്. അപ്പോൾ തന്നെ 64% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പിന്നീട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലാകട്ടെ അത് 67% ഉയരുകയും ചെയ്തു. അത് മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ട് ആണ് എന്നും അങ്ങനെ മഹാസഖ്യം അധികാരത്തിൽ വരും എന്നുമായിരുന്നു മഹാസഖ്യം പറഞ്ഞിരുന്നത്. എങ്കിൽ ഇപ്പോൾ മഹാസഖ്യം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കുവാനുള്ള സാധ്യതയാണ്. കാരണം എങ്ങനെയാണ് വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ ഇത്രമേൽ വലിയ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ BJPക്ക് അല്ലെങ്കിൽ NDA സഖ്യത്തിന് സാധിക്കുന്നത് എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചു പരാജയപ്പെട്ടു എന്നതിനപ്പുറത്ത് ഇനിയും വാദപ്രതിവാദങ്ങൾക്ക് വേദിയാകാൻ പോകുന്ന, ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദിയാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും നാളെ അറിയാൻ പോകുന്നത്. ആര്യ, യെസ്, തീർച്ചയായും KP അഭിലാഷാണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പത്മകുമാർ അറസ്റ്റിലാകുമോ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. നേരിട്ട് ഹാജരാകാൻ തയ്യാറായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യം പത്തനംതിട്ട ജില്ലാ കോടതി തള്ളിയതോടെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതേസമയം ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കലിലുള്ള ഓഫീസിൽ ഹാജരാകാൻ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അസൌകര്യമുള്ളതിനാൽ സാവകാശം വേണമെന്ന് പത്മകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. അതേസമയം ഈ സാവകാശത്തിന്റെ ഒരു പരിധി എത്രയെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ അദ്ദേഹം നേരിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായേക്കാം. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാലതാമസം നേരിടുന്ന സാഹചര്യമുണ്ടായാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള കടുത്ത നീക്കത്തിലേക്ക് SIT കടക്കുമെന്നാണ് അറിയുന്നത്. ക്രൈംബ്രാഞ്ച് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും ഈ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുക. പത്മകുമാറിനെയും അതോടൊപ്പം തന്നെ വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം N. വാസുവിനെതിരെ അറസ്റ്റിലേക്ക് കടന്നതുപോലെ പത്മകുമാറിനെതിരെയും സമാനമായൊരു നീക്കം പെട്ടെന്നുണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ആദ്യം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR-ൽ രണ്ടാമത്തെ FIR-ലാണ് കൃത്യമായി പത്മകുമാർ ഉൾപ്പെട്ട ഭരണസമിതിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൃത്യമായി എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ആളെന്ന നിലയിൽ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പത്മകുമാറിനും ഒഴിഞ്ഞു മാറാനാവില്ല. അന്വേഷണം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി ആ റിപ്പോർട്ടിൽ പരാമർശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിടുക്കത്തിലുള്ള നീക്കങ്ങളിലേക്ക് SIT കടക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സന്നിധാനത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് നിയമനം നൽകിയ ഉത്തരവ് റദ്ദാക്കി. ADGP-യാണ് ഉത്തരവ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി SI R. കൃഷ്ണകുമാറിനെ നിയമിച്ച നടപടിയാണ് റദ്ദാക്കിയത്. ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. മടങ്ങിയെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്.
കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ. തിരികെ വാർത്തകളിലേക്ക്. അനാസ്ഥയിൽ പൊലിഞ്ഞ ജീവൻ. അരൂർ അപകടത്തിൽ മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകാമെന്ന് സമ്മതിച്ചതോടെ മൃതദേഹം ഏറ്റുവാങ്ങി ബന്ധുക്കൾ. മുഴുവൻ തുകയും നാളെ ചെക്കായി കൈമാറും. കാർത്തികപ്പള്ളി തഹസിൽദാരെ തുക ഏൽപ്പിക്കാമെന്ന് കരാർ കമ്പനി പറഞ്ഞു. മരണാനന്തര ചടങ്ങുകൾക്കുള്ള അടിയന്തര ധനസഹായമായി 40,000 രൂപയും നൽകും. മകന് സർക്കാർ ജോലിക്കായി കളക്ടർക്ക് ശുപാർശ നൽകുമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകിയതായും ബന്ധുക്കൾ പറഞ്ഞു. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ വീണ് പള്ളിപ്പാട് സ്വദേശി രാജേഷ് മറ്റ സംഭവത്തിൽ കമ്പനി 25 ലക്ഷം രൂപ, നിർമ്മാണ കമ്പനിയായ അശോക് ബിൽകോൺ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ നഷ്ടപരിഹാര ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ രാജേഷിന്റെ മൃതദേഹം ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ച ബന്ധുക്കളും സുഹൃത്തുക്കളും നിന്നതോടുകൂടിയാണ് കമ്പനി അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. കാരണം കമ്പനി മുന്നോട്ട് വെച്ച നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അത് പറ്റില്ല എന്നുള്ള ചർച്ച വീണ്ടും നടക്കുകയും അത് 10 ലക്ഷം രൂപയാക്കി ഉയർത്താമെന്ന് കമ്പനി അറിയിക്കുകയും ചെയ്തു. അതിനുശേഷവും കുടുംബവും സുഹൃത്തുക്കളും ഉറച്ചു നിന്നതോടുകൂടിയാണ് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് നിർമ്മാണ കമ്പനിയായ അശോക് ബിൽകോൺ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 25 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും അടിയന്തര ചിലവുകൾക്കായി 40,000 രൂപ കമ്പനി നൽകുന്നതുമാണ് രാജേഷിന് കുടുംബത്തിന് ലഭിച്ച തുക. ഇപ്പോൾ അവസാനമായിട്ടൊരു ധാരണയിലെത്തിയിരിക്കുന്നത് 25 ലക്ഷം രൂപ നാളെ കാർത്തിപ്പള്ളി തഹസിൽദാരുടെ കയ്യിൽ ഒറ്റ ചെക്കായിട്ട് ഏൽപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ മുമ്പിൽ വെച്ചെടുത്ത ഒരു ഉറപ്പാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ 40,000 രൂപ ഈ മരണാനന്തര ചടങ്ങിലേക്ക് വേണ്ടിയുള്ള ചെലവിലേക്ക് അവർ തന്നിട്ടുണ്ട്. ബോഡി ഏറ്റുവാങ്ങി അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ നിന്ന് വന്ന് അതിലെ പിന്നെ കളക്ടറുടെ പ്രതിനിധികൾ തന്നെ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകന്റെ ജോലിക്ക് വേണ്ടി കളക്ടറുടെ ശുപാർശ ഗവൺമെന്റിലേക്ക് ചെയ്യും എന്നുള്ള ഉറപ്പോടെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനൊരു അപേക്ഷ കൊടുക്കണമെന്ന് മാത്രം. ബാക്കി തീരുമാനങ്ങളൊക്കെ നടക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പ്. ഈ കഴിഞ്ഞ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഗർഡറുകൾ വീണ് അപകടമുണ്ടായത്. 80 ടണ്ണോളം ഭാരമുള്ള 2 ഗർഡറുകളാണ് വീണത്. അതേസമയം ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നും ഇത്തരം നിർമ്മാണങ്ങൾ നടക്കുമ്പോൾ ഗതാഗത നിയന്ത്രണം ഉണ്ടാകണം എന്നത് കർശനമായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. എഫ്ഐആറിൽ ഈ നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി തന്നെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ആ സമയത്ത് ഗതാഗതം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയാണ് ഉയരുന്നത്. മാത്രമല്ല, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി മരണങ്ങളാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ 13 കിലോമീറ്ററിനുള്ളിൽ നിരവധി ആളുകൾ മരിച്ച സംഭവങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലത്തേതാണ് രാജേഷിന്റെ സംഭവമെന്ന് പോലീസും പറയുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങേയറ്റം നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മാത്രമല്ല, NHAയോട് ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നതിന് പരിഹാരമുണ്ടാകണമെന്നും NHAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. NHA വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും രാജേഷിന്റെ കുടുംബത്തിന്, അതായത് ബിരുദത്തിന് പഠിക്കുന്ന മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കളക്ടർ ഈ സർക്കാരിനോട് ജോലിക്ക് ശുപാർശ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ചേർത്തല തഹസീൽദാരുമായി നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് ഈ ഒരു നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നത്. അതേസമയം ഈ ആദ്യഘട്ടത്തിൽ ചർച്ച അലസിപ്പിരിഞ്ഞിരുന്നെങ്കിലും പിന്നീട് ചേർത്തല തഹസീൽദാരും അതുപോലെ രാജേഷിന്റെ കുടുംബവും നടത്തിയ ചർച്ചയിലാണ് നഷ്ടപരിഹാര തുകയിൽ ഈ കുടുംബം അന്തിമ തീരുമാനത്തിലെത്തുന്നതും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് പറയുന്നതിനോട് കുടുംബം യോജിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതും തുടർന്ന് ഭാര്യയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുമ്പോൾ അതിലേക്ക് തുക നൽകാമെന്ന് നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധിയായ നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോൺഗ്രസ് യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം. പാലക്കാട് കണ്ണാടി മണ്ഡലം യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത്. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കാഴ്ചപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘ ഓഫീസിലാണ് രാഹുൽ എത്തിയത്.
അതേസമയം യോഗം ചേർന്നിട്ടില്ലെന്നും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കണ്ണാടിയിൽ നടന്ന കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി DCC. ഔദ്യോഗികമായി യോഗം ഉണ്ടായിരുന്നില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ വ്യക്തമാക്കി. അതുവഴി പോയപ്പോൾ രാഹുൽ ഓഫീസിൽ കയറിയതാണ്. പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്കാണ് രാഹുൽ പോയത്. രാഹുലിനെ ആരും വിളിച്ചിട്ടില്ല. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്ന കാര്യത്തിൽ KPCC മറുപടി പറയുമെന്നും A. തങ്കപ്പൻ പറഞ്ഞു. തദ്ദേശപ്പോര് മുറുകുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ LDF-ൽ തർക്കം. ഒരു സീറ്റ് അധികം വേണമെന്ന CPI ആവശ്യം CPM അംഗീകരിച്ചില്ല. ധാരണയായ 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതായും ഒരു സീറ്റിന്റെ കാര്യം സംസ്ഥാന തലത്തിൽ ചർച്ച നടക്കുന്നു എന്നും അറിയിച്ചു. CPI ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞതാണ് ഇക്കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM-ലും തർക്കം രൂക്ഷമാണ്. CPIM 21 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. CPI 4 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ജനതാദൾ S 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. RJD 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് M 1 സീറ്റിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ 8 സീറ്റുകളിൽ 7 സീറ്റുകളിൽ ഘടകകക്ഷിയും 21 സീറ്റുകളിൽ CPIM-ഉമാണ് മത്സരിക്കുന്നത്. CPI നേതാക്കളുടെ അഭാവത്തിലാണ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPM നേതാക്കളും മറ്റ് ഇടതുമുന്നണി നേതാക്കളും ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. 28 വാർഡുകൾ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. CPI നേതാക്കൾ മറ്റു യോഗവുമായി ബന്ധപ്പെട്ട് തിരക്കിലായതിനാലാണ് ഈ പ്രഖ്യാപനത്തിലെത്താത്തത്. അവരുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പ്രഖ്യാപിക്കാൻ തങ്ങൾ ഏൽപ്പിച്ചു എന്നായിരുന്നു CPM നേതാക്കൾ പറഞ്ഞത്. എന്നാൽ അതിന് വിരുദ്ധമായുള്ള ഒരു മറുപടിയാണ് CPI ജില്ലാ സെക്രട്ടറി ഭാഗത്തു നിന്നുണ്ടായത്. 4 സീറ്റുകൾ തീരുമാനമായിട്ടുണ്ട്. തങ്ങൾ 5 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു സീറ്റിന്റെ കാര്യം ഇപ്പോഴും സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ച നടക്കുകയാണെന്നാണ് CPIയുടെ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ജില്ലാ പഞ്ചായത്തില് വർദ്ധിച്ച സീറ്റിൽ ഒരു സീറ്റ് CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള 4 സീറ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ധാരണയുമായിട്ടുണ്ട്. ഒരു സീറ്റിനെ സംബന്ധിച്ചുള്ള വർധന പാർട്ടി സംസ്ഥാന നേതൃത്വം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംസ്ഥാന നേതൃത്വം പറയുന്നതിനനുസരിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. 2020-ൽ 2 സീറ്റുകൾ 2 ഡിവിഷനുകൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. അന്ന് ആ 2 സീറ്റുകൾ കേരള കോൺഗ്രസ് എം, അന്ന് പുതുതായി മുന്നിലെത്തിയ കേരള കോൺഗ്രസ് എമ്മും CPM പങ്കിട്ടെടുക്കുകയായിരുന്നു. ഇപ്പോഴും 2 ഡിവിഷനുകൾ വർദ്ധിച്ചു. അതിൽ ഒരെണ്ണം വേണമെന്നായിരുന്നു CPIയുടെ ആവശ്യം. പക്ഷേ CPI നേതൃത്വം അത് പരിഗണിച്ചിട്ടില്ല. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷവും അത് കിട്ടുമെന്ന പ്രതീക്ഷയാണ് CPI നേതൃത്വം പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇനി മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത് മുന്നണി തർക്കമായി തുടരുകയാണ്. അപ്പോഴും മുന്നണി നിലയിൽ തന്നെ മത്സരിക്കും, മറ്റ് തർക്കങ്ങൾ ഉണ്ടാകില്ല എന്ന് CPI നേതൃത്വം പറയുന്നുണ്ട്. CPM-ലും പ്രശ്നങ്ങൾ കുറവല്ല. CPM-ൽ കഴക്കൂട്ടം മണ്ഡലത്തിൽപ്പെട്ട വാർഡുകളിൽ കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന്റെ ഭാഗമായി BJP-യുമായി ഡീൽ നടത്തിയെന്ന ആരോപണം CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഇന്നലെ ഉന്നയിച്ചത്. എന്നാൽ ആ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ CPM നേതൃത്വം രംഗത്ത് വന്നു. 2 തവണ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്തുപോയ ആളാണ്. ഇത്തരം ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ്. അതിൽ ശരിയുമില്ല, തെറ്റായ ആരോപണമെന്ന് CPM പറയുന്നു. കടകംപള്ളി സുരേന്ദ്രൻ വിവാദത്തിൽ വിശദീകരണവുമായി ഇന്ന് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ജനങ്ങളുടെ അംഗീകാരം കിട്ടിയ ഒരാളാണ്. അവര് തോറ്റുപോയി. അത് ദുർബലമായതുകൊണ്ട് തോറ്റുപോയതല്ല. ആ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ തോറ്റുപോയി എന്നുള്ളത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ദുർബലമായ സ്ഥാനാർത്ഥികളല്ല ഞങ്ങൾ നിർത്തിയത്. ഏറ്റവും മിടുക്കരായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ജയപരാജയങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനങ്ങനെ കണ്ടാൽ മതി. വാഴോട്ടുകോണം അടക്കമുള്ള വാർഡുകളിലും വിമത ശല്യമുണ്ട്. ആ വിമതന്മാരെല്ലാം പിന്മാറുമെന്ന പ്രതീക്ഷയാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. വാഴോട്ടുകോണത്ത് മാത്രമല്ല, ഉള്ളൂർ വാർഡിൽ തർക്കമുണ്ട്, പൗണ്ട് കടവിൽ തർക്കമുണ്ട്. അങ്ങനെ പല വാർഡുകളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു. ഇനിയും ചില വാർഡുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ, ഫോർട്ട് അടക്കമുള്ള വാർഡുകളിൽ കൂടി CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. CPI പ്രഖ്യാപിച്ച ഇടങ്ങളിലും നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നവരുണ്ട്. അവിടെയും ചിലപ്പോൾ വിമത ശല്യം ഉണ്ടായേക്കാം. ഏതായാലും ഭരണം നിലനിർത്താനൊരുങ്ങുന്ന ഇടതുമുന്നണിക്ക് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് തുടക്കത്തിൽ അവരുടെ ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്നത്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള NDAയുടെ 31 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പട്ടികയിൽ 3 BDJ സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട്.
അഴിമതിമുക്ത ഭരണം NDA കാഴ്ചവെക്കുമെന്നും അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. കഴക്കൂട്ടം മണ്ഡലത്തിൽ BJPയുമായി സീറ്റ് കച്ചവടമെന്ന ആരോപണത്തിന് മറുപടിയുമായി MLA കടകംപള്ളി സുരേന്ദ്രൻ. നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 1-2 വാർഡുകളിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. തനിക്ക് ഡീലുള്ളത് ജനങ്ങളുമായിട്ടാണ്. ജനങ്ങളുടെ വിനീത വിശ്വസ്ത വിധേയദാസനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും കടകംപള്ളി പറഞ്ഞു. ആരോപണം ഉന്നയിച്ച ആനി അശോകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. വരുന്നവരാരായിരുന്നാലും ശരി, അവർ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ടെന്ന് കണ്ടാൽ ആ കാര്യം നിറവേറ്റാൻ ഏതറ്റം വരെയും അവരോടൊപ്പം പോകാൻ ഞാൻ തയ്യാറായി. അതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെയാണ് 2021 എന്തെല്ലാം തരത്തിലുള്ള പ്രചാരണ കോലാഹലങ്ങളും പണത്തിന്റെ കുത്തൊഴുക്കുമാണ് ഇവിടെ ഉണ്ടായതെന്നുള്ളത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം നന്നായിട്ടറിയാം. പക്ഷേ അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത്. മാധ്യമങ്ങൾ നടത്തുന്നതായിട്ടുള്ള വിചാരണയല്ല, അതിനുമപ്പുറം ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ UDFന്റെ ശേഷിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി സീറ്റ് വിഭജന കാര്യത്തിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിച്ചതിന് ശേഷമാകും പ്രഖ്യാപനം നടത്തുക. നിലവിൽ 86 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ശേഷിക്കുന്ന 15 പേരുടെ പട്ടിക ഉടൻ പ്രഖ്യാപിക്കാനാണ് ചർച്ചകൾ തുടരുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ വികസനം എന്ന ഒറ്റ ലക്ഷ്യവുമായാണ് മത്സരത്തിന് ഇറങ്ങുന്നത് എന്ന് കല്ലായി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സംവിധായകൻ VM വിനു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നഗരങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വളർച്ച കോഴിക്കോട് നഗരത്തിന് ഉണ്ടായിട്ടില്ല. കല്ലായി പുഴയെ വീണ്ടെടുക്കുകയാണ് ആദ്യ ലക്ഷ്യം. മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും വിനു പറഞ്ഞു. 4.5 പതിറ്റാണ്ടിലധികം നീണ്ട LDF ഭരണത്തിന് കോഴിക്കോട് നഗരത്തിൽ അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തവണ UDF അരയും തലയും മുറുക്കി മത്സരത്തിനിറങ്ങുന്നത്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഇത്തവണ UDF അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അത് മറ്റാരുമല്ല, സംവിധായകൻ VM വിനുവാണ്. വളരെ അപ്രതീക്ഷിതമായാണ്, നേരത്തെ പറഞ്ഞു കേട്ടെങ്കിൽ പോലും ഈ പുറത്തുനിന്നുള്ള ആളുകളെ അങ്ങനെ കാര്യമായി പരിഗണിക്കാത്തതാണ്. ഇത്തവണ താങ്കൾക്ക് അവസരം നൽകിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ പുതിയൊരു അല്ല? ഞാനിത് ഒരിക്കലും പ്രതീക്ഷയല്ല, തികച്ചും അവിചാരിതമാണ്. കാരണം നമ്മൾ രാഷ്ട്രീയത്തിലേക്കൊന്നും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഒന്നുമില്ലാത്ത ആളാണ്. നമ്മളുടെ ഒരു ജോലി എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ എനിക്ക് അവർ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ നിരന്തരം ഒന്ന് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് തോന്നി ഇത് നിന്നു കൊടുക്കുന്നത് നല്ലത്. കാരണം കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഒരു വികസനത്തിൻ്റെ ഒരു അടയാളങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നുള്ള സത്യം. കാരണം എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കാണുന്ന ഇവിടെ ചെറുപ്പം മുതലേ നടന്നു വളർന്ന കോഴിക്കോടിൻ്റെ മുക്കുമൂലൊക്കെ അതേപോലെ തന്നെയാണ്. ഒരു ഡെവലപ്മെൻറ്റും എല്ലാ രീതിയിലും. കാരണം ഒരു സാംസ്കാരിക നഗരം എന്ന നിലയ്ക്ക് കോഴിക്കോടിന് അർഹതപ്പെട്ട രീതിയിലുള്ളൊരു വികസനം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് ഇറങ്ങാം, അല്ലെ ഇവരെ കൂടെ UDFന്റെ സ്ഥാനാർത്ഥി നിൽക്കാം എന്ന് തീരുമാനിക്കാൻ കാരണം കോഴിക്കോടിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാണ്. ഈ നേരത്തെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നോ, രാഷ്ട്രീയ ആഭിമുഖ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ യുവ സംഘടന അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന അങ്ങനെ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടോ? ഞാൻ ദേവരി കോളേജിൽ പഠിക്കുന്ന കാലത്ത് KSUവിന്റെ ഫൈൻ ആർട്സ് സെക്രട്ടറിക്കായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്സ് കോളേജിൽ ഈവനിംഗ് ബാച്ചിലായിരുന്നു, അവിടെയും ഞാൻ മത്സരിച്ചു, ഫൈൻ ആർട്സ് സെക്രട്ടറിക്ക് മത്സരിച്ചു. അത് ഞാൻ KSU പ്രവർത്തനം, അത് വല്ലാത്തൊരു പ്രവർത്തനം പറഞ്ഞാൽ അറിയത്തിരിച്ചില്ല. ക്യാമ്പസിൽ അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു രസമൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ദേശീയ പ്രസ്ഥാനത്തിനോട് എനിക്ക് ചെറുപ്പത്തിൽ ഒരു ആഭിമുഖ്യമുണ്ട്. എൻ്റെ അച്ഛനൊരു നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്. അതാണ് എൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയങ്ങൾ പറയുന്ന സിനിമകളൊക്കെ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും ഒരു രാഷ്ട്രീയക്കാരനാണെന്നില്ല, നല്ലൊരു വ്യക്തിയായാൽ മതി, ഒരു മനുഷ്യനായാൽ മതി. പ്രത്യേകിച്ച് ഒരു കലാകാരൻ എന്ന രീതിയിൽ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് സമൂഹത്തിലുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് ഇടപെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇത്രയും ചില കഥയുടെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്.
ആ രീതിയിൽ ഞാൻ കോഴിക്കോടിൻ്റെ എല്ലാ മുക്കുമൂലയും പല പ്രശ്നങ്ങളിലും കോഴിക്കോട് അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും ഇപ്പോൾ റോഡിൻ്റെ ഇപ്പോൾ വെള്ളിമാട് കുന്ന് മാനാഞ്ചിറ റോഡ് എന്ന് പറയുന്നത് MGSൻ്റെ ഒരുമിച്ചൊക്കെ ഞാൻ പല സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മനോഹരമായി ഒഴുകിയിരുന്ന കല്ലായിപ്പുഴയുടെ മലീമസമായ അവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള അവരുടെ കല്ലായിപ്പുഴ സംരക്ഷണ സമിതിയുടെ കൂടെ നിന്നിട്ട് ഞാൻ ആ പ്രതിഷേധത്തിലൊക്കെ പങ്കുചേർന്നിട്ടുണ്ട്. അത് ഇതൊക്കെ വേറൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടല്ലായിരുന്നു. എൻ്റെ കോഴിക്കോടിൻ്റെ പരിസ്ഥിതി അല്ലെങ്കിൽ എൻ്റെ കോഴിക്കോടിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ടത്. പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ ഇടപെടാറുണ്ട്. പക്ഷെ അത് എല്ലാവരും ചെയ്യുന്നവരെ ഫേസ്ബുക്കിൽ അടയാളപ്പെടുത്തുകയോ ഫേസ്ബുക്കിൽ ഓളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതിന് നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് എനിക്ക് ഇന്ന് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. ഇപ്പോൾ കോഴിക്കോട് നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എൻ്റെ സുഹൃത്തുക്കളെല്ലാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അതൊരു ഭയങ്കരമായിരിക്കുന്ന ഒരു കുറ്റം പറച്ചിലും ഒരാളെ അപകീർത്തിപ്പെടുത്തിയെന്നുള്ള ഒരു രീതിയിലല്ല എൻ്റെ നീക്കങ്ങൾ. എൻ്റെ ലക്ഷ്യം കോഴിക്കോട് ഡെവലപ്മെൻറ്റ് മാത്രമാണ്. ഈ കലാകാരനായതുകൊണ്ട് തന്നെയാണ് കിട്ടിയ സ്ഥലം ഡിവിഷൻ ഈ സിവിൽ സ്റ്റേഷൻ അടുത്ത് താമസിക്കുന്നെങ്കിലും കിട്ടിയത് കല്ലായിയാണ്. ഒരു കാൽപ്പനികമായ ഡിവിഷൻ കൂടിയാണ് അല്ലേ കല്ലായിപ്പുഴ? ഒരുപാട് പരാമർശിക്കപ്പെട്ടുള്ള സിനിമയിലും സിനിമയിലും പാട്ടുകളിലും ഒക്കെ തന്നെ. പിന്നെ അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭയങ്കരമായ സ്വാധീനം ചെലുത്തിയൊരു ഏരിയയാണ്. സിനിമയിലേക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്നത് അവിടെയാണ്, കല്ലായിപ്പുഴയുടെ തീരത്താണ്. അത് നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന് പറയുന്ന സിനിമയുടെയാണ്. അതിൽ ഞാനൊരു 10th ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കത് അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടിയിരുന്നു. ആ സിനിമയിൽ എനിക്ക് ആദ്യമായിട്ട് സിനിമ അഭിനയിക്കാൻ അവസരം കിട്ടി. അങ്ങനത്തെ സിനിമയിൽ ആദ്യമായിട്ട് അവസരം കിട്ടിയ ഒരാളും കൂട്ടത്തിലുണ്ടായിരുന്നു. അത് മാമുക്കോയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ഫസ്റ്റ് സിനിമയായിരുന്നു അന്യരുടെ ഭൂമി. ആ സമയത്ത് ഞാൻ കല്ലായിപ്പുഴ എന്ന് പറയുന്നത് അന്ന് മനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയം. അതിനുശേഷം ഞാൻ എൻ്റെ സിനിമകളും അത് മ്യൂസിക്കൽ ആൽബങ്ങളൊക്കെ ചെയ്ത സമയത്തൊക്കെ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. കല്ലായിപ്പുഴയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് വറ്റി വരണ്ടു പോയ ഒരു അപമൃത്യു സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ കല്ലായിപ്പുഴ പോകുന്നു. അതിൻ്റെ പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ എൻക്രോച്ച് ചെയ്ത് കൈ അടക്കിക്കൊണ്ടിരിക്കുന്ന അതിനെതിരെയൊക്കെ ഞാൻ നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലായി കിട്ടിയപ്പോൾ എനിക്ക് സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് മാത്രമല്ല, അതിലുപരിയായിട്ട് ആ പ്രദേശത്ത് എനിക്ക് അവരുടെ വാർഡിൽ എനിക്ക് ഒരു സ്ഥാനാർത്ഥി നിൽക്കാൻ കഴിഞ്ഞാലും എനിക്ക് വളരെ സന്തോഷവും ഒരു അഭിമാനമാണ്. അപ്പോൾ അത് വളരെ ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ അതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കലാകാരന്മാർ പ്രത്യേകിച്ചും സിനിമാക്കാരൊക്കെ അധികം ഈ കോൺഗ്രസിലേക്ക് വരാറില്ല. വളരെ കുറച്ച് ആൾക്കാരാണ്. ഇപ്പോൾ രമേശ് പിഷാരടി ഉണ്ടാവും, ധർമ്മജൻ ഉണ്ടാവും. ജഗദീഷ് വന്നിട്ട് ജഗദീഷ് മടുത്ത് തിരിച്ചു പോയെന്നാണ് പറഞ്ഞത്. ഈ അങ്ങനൊരു വരവ്, അങ്ങനൊരു ശുഷ്കമായ സാന്നിധ്യം ഉണ്ടോ? ഈ കലാകാരന്മാർ കോൺഗ്രസിലേക്ക് വരാൻ മടിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ കലാകാരന്മാർ ചില പാർട്ടികൾ ബുദ്ധിജീവികൾ കൂടുതലാണെന്നൊക്കെ പറച്ചിൽ കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഓരോരുത്തർ ഇഷ്ടമാണത്, ഏത് പാർട്ടി സ്വീകരിക്കണം അല്ലെങ്കിൽ ഏത് പാർട്ടിയിൽ നിൽക്കണം എന്നുള്ളത് ഓരോരുത്തർ വിശ്വാസമാണ്. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണത്. അത് നമ്മളങ്ങനെ അത് ഒരു കാരണം നമ്മളെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ കോൺഗ്രസിലൂടെയാണ് ഉണ്ടായത്. അതൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. ഇതൊന്നും ഇപ്പം പെട്ടെന്ന് പൊട്ടിപ്പൊളിച്ച ഡെവലപ്മെൻ്റ് ഒന്നുമല്ല നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. അതിനൊക്കെ അടിത്തറ പാകിയിരിക്കുന്ന ഒരു ഭരണ നേതാക്കന്മാർ കടന്നുപോയിരുന്നു നമ്മളുണ്ട്. അതിനൊക്കെ വിസ്മരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് കോൺഗ്രസിലെ ആൾക്കാർ കുറവാണ്. കോൺഗ്രസ് സിനിമാക്കാർ വേണമെന്നില്ല കോൺഗ്രസ്സിൽ, അല്ലാത്തവരുണ്ടല്ലേ സിനിമാക്കാർ എന്ന് പറയുന്നത് സിനിമ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച്. ഇപ്പോൾ ഞാനിതിലേക്ക് വന്നത്, ഞാനിവിടെ കോഴിക്കോട് ഇങ്ങനെ പല കാര്യങ്ങളും ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കും കോൺഗ്രസ്സുകാർ. പിന്നെ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനെ അവർക്കറിയായിരുന്നു. പക്ഷെ അങ്ങനെ പാർട്ടി നോക്കിയിട്ടൊന്നുമല്ല ഞാൻ പല ഫംഗ്ഷനും ഇവിടെ പോയിക്കൊണ്ടിരിക്കുക, എല്ലാവരുടെയും സുഹൃത്തുക്കളാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പോൾ സിനിമയിൽ ആൾക്കാർ വന്നാൽ വരണമെന്നില്ല കോൺഗ്രസ്സിൽ. ഞാൻ കോൺഗ്രസ്സിൽ ആ പാർട്ടിയെ വിശ്വസിക്കുന്ന, അതിനടിവർത്തി വിശ്വസിക്കുന്ന എത്ര യുവതലമുറകൾ തന്നെ, എത്ര ഷാഫി പറമ്പലിനെ പോലെയും എല്ലാവരും പോലെ കുറേ ആൾക്കാർ യുവാക്കൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അദ്ദേഹം കല്ലായി ഡിവിഷനിൽ പ്രതികരിച്ചാണ് മത്സരിക്കുന്നത്. ഒരു വികസിത കോഴിക്കോട് എന്ന ഒറ്റ മുദ്രാവാക്യവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും എല്ലാ വിജയാശംസകളും. സനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. US ഷട്ട് ഡൌൺ അവസാനിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ധനാനുമതി ബില്ലിൽ ഒപ്പുവെച്ചു. 209-നെതിരെ 222 വോട്ടുകൾക്കാണ് ബില്ല് ജനപ്രതിനിധി സഭയിൽ പാസായത്. ഇതോടെ 43 ദിവസം നീണ്ടുനിന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട് ഡൌണിനാണ് അന്ത്യമായത്.
തിങ്കളാഴ്ചയാണ് US ധനവിനിയോഗ ബില്ല് സെനറ്റിൽ പാസായത്. ഇന്ന് ജനപ്രതിനിധി സഭയിലെത്തിയ ബില്ലിൽ നിരവധി ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഉണ്ടായി. ന്യൂജേഴ്സി ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ട മിക്കി ഷിറിൽ ബില്ലിനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കുട്ടികളിൽ നിന്ന് ഭക്ഷണം തട്ടിയെടുക്കുകയും ആരോഗ്യ സംരക്ഷണം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിന്റെ ചുവന്ന മുദ്രയായി സഭയെ മാറാൻ അനുവദിക്കരുതെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ 222-നെതിരെ 209 വോട്ടുകൾക്ക് ബില്ല് പാസായി. 6 ഡെമോക്രാറ്റ് അംഗങ്ങളും റിപ്പബ്ലിക്കൻസിനെ പിന്തുണച്ചു. തുടർന്ന് ഓവൽ ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെ 43 ദിവസം നീണ്ടുനിന്ന ഷട്ട്ഡൌൺ അവസാനിച്ചു. ഷട്ട്ഡൌണിന് കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഡെമോക്രാറ്റുകൾ അമേരിക്കയെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ഒബാമ കെയർ പദ്ധതി കാരണമാണ് ആരോഗ്യ ചെലവുകൾ ക്രമാതീതമായി ഉയർന്നത്. നിലവിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് സൗജന്യങ്ങൾ നൽകാനാണ് ശ്രമമെന്നും ട്രംപ് പറഞ്ഞു. ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Over the past 7 weeks, the Democrats' shutdown has inflicted massive harm. Total effect of the damage their antics caused will take weeks and probably months to really calculate accurately, including the serious harm that they did to our economy and to people and to families. So I just want to tell the American people, you should not forget this. When we come up to midterms and other things, don't forget what they've done to our country. ഡെമോക്രാറ്റുകൾക്കോ റിപ്പബ്ലിക്കൻസിനോ യാതൊരു നേട്ടവും അവകാശപ്പെടാനില്ലാതെയാണ് US ഷട്ട്ഡൌൺ അവസാനിക്കുന്നത്. രാജ്യത്തിന്റെ പൊതുകടം വർദ്ധിച്ചതും പൂർണ്ണമായ ധനവിനിയോഗ ബില്ല് പാസാക്കാൻ സാധിക്കാത്തതും റിപ്പബ്ലിക്കൻസിനെ വലയ്ക്കുന്നുണ്ട്. ഫെഡറൽ ഹെൽത്ത് ഇൻഷുറൻസ് സബ്സിഡികൾ നീട്ടുന്നത് ഡിസംബറിൽ സെനറ്റിൽ ചർച്ച ചെയ്യാൻ ധാരണയായെങ്കിലും ജനപ്രതിനിധി സഭയിൽ വോട്ടെടുപ്പ് നടത്താമെന്ന് സ്പീക്കർ ഉറപ്പു നൽകാത്തത് ഡെമോക്രാറ്റുകൾക്കും തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ നിസാര തർക്കത്തിന് പിന്നാലെ പിഞ്ചു കുഞ്ഞിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച ദമ്പതികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമം. ഒക്ടോബർ 26-ന് ബംഗളൂരു സദാശിവൻ നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രീ ലെഫ്റ്റ് ഇല്ലാത്ത സിഗ്നലിൽ കാറിന് മുന്നിൽ വാഹനം നിർത്തിയതിലെ തർക്കമാണ് കൊലപാതക ശ്രമത്തിൽ കലാശിച്ചത്. കാർ ഓടിച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സുഹൃത്ത് കേശവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. ഈ കഥകളി നടീനടന്മാരുടെ കണ്ണിന് ചുവന്ന നിറം നൽകുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെയെന്ന് ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കാണാം നമുക്ക് കണ്ണിലെ ചുവപ്പിന്റെ രഹസ്യം. കായംകുളം സ്വദേശിനിയായ 8ാം ക്ലാസ്സുകാരി നക്ഷത്ര അരുണിന്റെ ഈ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാണ്. തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൽ നടത്തിയ കഥകളിയിലെ ആദ്യ പുറപ്പാട് സമയത്ത് നക്ഷത്രയുടെ ബന്ധു ബബിത മണിലാലാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. നക്ഷത്രയുടെ കണ്ണിലിടുന്ന കറുത്ത ചെറിയ കുരു എന്താണ്? ഇതിങ്ങനെ കണ്ണിലിടാമോ തുടങ്ങി പലതരത്തിലാണ് ചർച്ച. കണ്ണിലിടുന്നത് എന്തെന്ന് പോലും അറിയാതെയാണ് ചർച്ചകളിൽ പലതും കൊട്ടിക്കയറുന്നത്. ഇത് ചൂണ്ടപ്പൂവിന്റെ കുരുവാണ്. നൂറ്റാണ്ടുകളായി കഥകളി നടീനടന്മാർ കണ്ണ് ചുവപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്നത് ഈ രീതിയാണ്. ചൂണ്ടപ്പൂവിന്റെ കുരു രണ്ടായി മുറിച്ച് കണ്ണിലിടും. കണ്ണിന്റെ വെളുത്ത ഭാഗം പിന്നീട് ചുവന്ന് തുടുത്തു നിൽക്കും. കഥകളിയിൽ ചുട്ടി കുത്തുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കണ്ണിൽ ചുണ്ടപ്പൂ ഇടുന്നത്. കണ്ണിൽ ചുവപ്പ് നിറം നൽകി വേഷത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യമായി ഇടുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, പക്ഷെ അതൊരു 5-6 സെക്കൻഡ്സിനുള്ളിൽ ഓക്കെ ആവും.
അത് കഴിയുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഊരുന്ന സമയത്ത് ജസ്റ്റ് ഒരു കണ്ണിലൊരു ലെൻസ് ഇട്ടിട്ട് ഊരുന്ന ഒരു ഫീൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വർഷങ്ങളായിട്ട് ഇത് കഥകളി ആർട്ടിസ്റ്റ് ഉപയോഗിച്ച് വരുന്നതാണ്. കായംകുളം സ്വദേശിനികളായ അരുൺ ബിജുദ ദമ്പതികളുടെ മകളായ നക്ഷത്ര കലാമണ്ഡലം പത്തനാപുരം ബിജുവിന്റെ കീഴിലാണ് കഥകളി പഠിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാൽ ഉൽപ്പന്ന വിപണന രംഗത്ത് വൻ വളർച്ചയുമായി ഇളനാട് മിൽക്ക് 2018 തൃശൂർ ജില്ലയിൽ ആരംഭിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായാണ് നിലവിൽ വിപണി ശൃംഖല വ്യാപിച്ചിട്ടുള്ളത്. പാലും പാൽ ഉൽപ്പന്നങ്ങളുമായി പ്രമുഖ മിൽക്ക് ബ്രാൻഡായി മാറിയ ഇളനാട് മിൽക്ക് വളർച്ചയുടെ പാതയിൽ കൂടുതൽ ഉയരങ്ങൾ കണ്ടെത്തുകയാണ്. പല കമ്പനികളും പാസ്ചറൈസ് ചെയ്ത പാൽപ്പൊടി ചേർത്ത പാലാണ് വിപണിയിൽ ഇറക്കുന്നത്. എന്നാൽ അതിനു പകരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മെഷീനറികളും ഉപയോഗിച്ച് പാൽ ശുദ്ധീകരിച്ച് പാൽപ്പൊടി ചേർക്കാതെ പാലിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി തന്നെ ഫ്രഷ് കൗ മിൽക്കായി വിപണിയിൽ ഇറക്കുകയാണ് ഇളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് മാനേജിംഗ് ഡയറക്ടർ KM സജീഷ് കുമാർ പറഞ്ഞു. ശുദ്ധതയും ആരോഗ്യവും മുൻനിർത്തി ഒരു മികച്ച ഭാവി സൃഷ്ടിക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് ഇളനാട് മിൽക്ക് മുന്നേറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് പാലില് ഫാറ്റ്, SNF, പിന്നെ വാട്ടറാണ് ആഡ് ചെയ്ത് വരുന്നത്. ഒത്തിരി വർഷങ്ങളായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ SNF കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മിൽക്ക് പൗഡർ നമ്മൾ ഇതിലേക്ക്. അപ്പം നമ്മുടെ പുതിയ ടെക്നോളജി പ്രകാരം നമ്മൾ അതിൽ നിന്ന് പാലിൽ നിന്ന് തന്നെ വെള്ളം സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് SNF ഓട്ടോമാറ്റിക് കൂടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നോളജി, അപ്പം നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പാല്, തൈര്, ഐസ്ക്രീം, ഇതിനെല്ലാത്തിനും പൗഡർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ നവംബർ 15 മുതൽ മുഴുവനായിട്ടും മാറ്റി ഫുള്ളായിട്ടും പ്യുവർ മിൽക്ക് എന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും ഒരു പുതിയ ടെക്നോളജി പ്രകാരം കൊണ്ടുവരുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് നിങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രസ് മീറ്റ് കണക്ട് ചെയ്തത്. അതാണ് ആ മിഷൻ. ഓക്കെ, നമ്മൾ വെള്ളം നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ആറോ ഫിൽട്രേഷൻ ഉണ്ടല്ലോ, സെയിം കൺസെപ്റ്റ്, വേറെ ഒന്നും ചെയ്യണില്ല. അപ്പോൾ അതിലത്തെ പ്രോട്ടീൻ, വിറ്റാമിൻസ് ഇതൊന്നിനും ഒരു കുഴപ്പം പറ്റുന്നില്ല. ഇതാണ് ഏകദേശം നമ്മുടെ ഒരു ഇത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,715 രൂപ, പവന് 93,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,680 രൂപ, പവന് 77,440 രൂപ. വെള്ളി ഗ്രാമിന് 175 രൂപ, കിലോഗ്രാമിന് 1,75,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ന്യൂസ് at 9 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. ടോം കുര്യാക്കോസ് ചേരും.